ടെൻഷൻ അടിച്ച് തന്നെയാണ് നോക്കിയത്. അപ്പോൾ നോക്കിയപ്പോൾ പാസ് കണ്ടു. പിന്നെ നമ്മൾ മാർക്കിൻ്റെ കാര്യം ബോധോടായിരുന്നില്ല, കാരണം നമുക്ക് പാസ്സാവാന്നുള്ളൊരു ഇതായിരുന്നു. നോക്കി കഴിഞ്ഞപ്പോൾ 83 ഉണ്ട്. അത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് കുറച്ച് ടഫായിരുന്നു ഇപ്രാവശ്യത്തെ FR എന്ന് പറഞ്ഞിരുന്നു ഓവറോൾ. അപ്പോൾ അങ്ങനെ 83 കിട്ടിയപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഇത്രയും ഞാൻ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഞാൻ ഫോളോ ചെയ്തത്, ഞാൻ വിത്തൗട്ട് ഫെയിൽ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ സാറ് തരുന്ന നോട്ട്സും ലെക്ചർ നോട്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പഠിക്കാറുള്ളത്. പിന്നെ ലക്ഷ്യ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ടെസ്റ്റ് പോലെ നടത്തുമല്ലോ, അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് ഫുള്ള്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ സാറ് തരുന്ന ആ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യാറുണ്ട്. ഇത്ര ക്വസ്റ്റ്യൻസ് പെർ ഡേ ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് എനിക്ക് പറ്റാവുന്ന പോലെ. പിന്നെ ACCയുടെ തന്നെ സ്റ്റഡി ഹബ്ബ് സംഭവങ്ങളിലെ പ്രാക്ടീസ്, ക്വിസ്, അതൊക്കെ സാറ് പറയുന്ന പോലെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഈ ലക്ഷ്യം അതുപോലെ തന്നെ ACCയൊക്കെ മോക്ക് ടെസ്റ്റ് നിർത്തുമായിരുന്നല്ലോ, അതും പറ്റാവുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ പോയിരുന്നത്. നമുക്ക് FR ക്ലാസ്സസ് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു സ്റ്റുഡൻസിൻ്റെ. സാറ് കുറച്ചും കൂടി ഫ്രണ്ട്ലി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ സാർ ചോദിക്കും ഷെഡ്യൂൾ ചെയ്തോട്ടേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഒരു പകുതിയോളം പേരാണല്ലോ ശരിക്കും ലൈവ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു ഇതിനൊക്കെ അനുസരിച്ചാണ് സാർ ക്ലാസ് വെക്കാറ്. അത് മെയിനായിട്ടൊരു കാര്യം. പിന്നെ ഡൗട്ട്സൊക്കെ ക്ലാസ് ടൈമിലായാലും പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിലായാലും സാർ അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. പിന്നെയുള്ള ഈ ഓരോ തരുന്ന ഹോംവർക്കുകളായാലും സ്ട്രെസ് ചെയ്യേണ്ട പോർഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടല്ലോ കിറ്റിൽ, അതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നുള്ളതും ചിലതൊക്കെ പറയുള്ളൂ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു.